വളരെ നെഗറ്റീവായ റോൾ. ഒരു പക്ഷേ ഇത് അങ്ങ് ട്രിം ചെയ്ത് കളഞ്ഞെന്ന് വെച്ചാല് ഇത് ആൾക്കാരൊക്കെ പേടിച്ചു പോകുന്നു വിചാരിച്ചിട്ടാണ്. അഭിനയത്തിൽ ഭയങ്കര ഒറിജിനലാന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര തീഷ്ണമായ ഒരു വയലൻസ് ആയിരുന്നു അത്. അങ്ങനെ ഒരു നെഗറ്റീവ് റോള് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു? അതെയോ? ആഗ്രഹിച്ചതേ അല്ല. കാരണം പുതിയ നിയമം ആദ്യത്തെ സിനിമയാണ്. ആദ്യം റിലീസായത് അടികപ്പിയാരെ കൂട്ടമണിയാണെങ്കിലും. അപ്പോ സിനിമ എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പൊ തന്നെ ഞാൻ തന്നെ അതിന് കൗണ്ടർ പറഞ്ഞിട്ടുണ്ട്. ഒരു 1.5 ലക്ഷം ആൾക്കാർ നിന്നെ പോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്, നിന്റെ നടക്കാൻ പോകുന്നില്ല, അതൊന്നും വേണ്ട. അപ്പൊ നമുക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് ആദ്യത്തെ റോളാണ്, വില്ലൻ റോളാണ് എന്നൊക്കെയുള്ള പ്രശ്നം വരുന്നത് രണ്ടാമതൊരു റോൾ ഉണ്ടാവും എന്നുള്ള ചിന്ത വരുമ്പോഴാണ്. എനിക്ക് ആ സമയത്ത് പുതിയ നിയമം എന്ന് പറഞ്ഞത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വീണ് കിട്ടിയ വലിയൊരു ഭാഗ്യമായിരുന്നു. എന്ത് കുന്തം വേണേലും അഭിനയിക്കാൻ തയ്യാറായി, എന്ത് വേണേലും ചെയ്യാമെന്ന് പറഞ്ഞു. അത് തന്നെയല്ല ഞാൻ എന്നാലും ഈ നയൻതാരയെ റേപ്പ് ചെയ്യുന്ന ഒരു രംഗമാണ് ഈ സിനിമയിലെ ഏറ്റവും മോശപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ കോമ. നെഗറ്റീവായ റോളാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് പേടിയുണ്ടായിരുന്നു. അതായത് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ആൾക്കാര് ശരിക്കും ഇങ്ങനെയൊക്കെയാണോ ഇവൻ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുമെന്ന് പേടിയുണ്ടായിരുന്നു. പിന്നെ കൂടെ അഭിനയിക്കുന്നത് നയൻതാര മാം പോലത്തെ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ആണെന്നുള്ളത് അറിഞ്ഞപ്പോഴും നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങാൻ 4 ദിവസം ഉള്ളപ്പോഴാണ് മമ്മൂക്കയും നയൻതാരയാണ് അഭിനയിക്കുന്നതെന്ന് ഞാൻ അറിയുന്നത്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. ആ 2 കാര്യങ്ങളിൽ നല്ല പേടിയുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ പലരിടത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഗേൾഫ്രണ്ട് ഒക്കെ പറഞ്ഞില്ലേ, എന്നാലും നീ നയൻതാരയെ ഇങ്ങനെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞില്ല. ഇതാണ് വേറെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയാതെ തന്നെ അവള് വിട്ടുപോയി. അതാണ് പ്രധാനം. പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും വിട്ടുപോകുമായിരുന്നു. ഈ ഗേൾഫ്രണ്ട് സുഹൃത്തുക്കളുടെ കാര്യം പറയും. പിന്നെ നയൻതാരയാണ്. പക്ഷേ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു സൃഷ്ടിപരമായ ജീവിതമാണല്ലോ. എന്തായാലും നിശബ്ദത അല്ല, ഒന്നുമില്ല. ആ വാക്ക് കേട്ടപ്പോ പെട്ടെന്ന് എന്താണത്? ഒന്നുമില്ല. സൃഷ്ടിപരമായ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ക്രിയേറ്റീവ് പരിഭാഷയാണ്. സൃഷ്ടിപരമായ എന്താ പറയാ ഇങ്ങനെ വെച്ച് ഉത്തരത്തിലൊരു പല്ല് ചലച്ചു. ഇത്രയൊക്കെ വെച്ച സ്ഥിതിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ ഒരുമാതിരി എന്താ പറയണ്ടേ, സൃഷ്ടി എന്ന് പറയുന്ന ഒരാളെ പരിചയമുണ്ട്. അതാണ് ഞാൻ അറിയാതെ ഞാൻ മലയാളം പറഞ്ഞു പോകുന്നതുകൊണ്ടുള്ള കുഴപ്പേ. എന്ത് ഞാൻ മലയാളത്തിൽ ഒന്ന് ഊതൽ കൊടുത്തു പോയപ്പോ ഇങ്ങനെ അവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചു. മാത്രം വന്നാൽ മതി.